എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഉപതിലൂടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ അത് 2022 പ്രവേശനം നേടുകയും 2025 ഡിഗ്രി എന്ന പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ 3 വഴികളാണ് ഉള്ളത്. ഒന്ന് ഓർഡിനറി, എമർജൻസി, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സെറമണി. ഈ 3 രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിന് എത്ര പൈസ വേണം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. എത്ര നാൾ കൊണ്ട് കിട്ടും, അപ്പോൾ എത്ര നാൾ കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും, ഏതൊക്കെ മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക, വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് 2022 പ്രവേശനം നേടുകയും 2025 ഡിഗ്രി എന്ന പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ എത്ര പൈസ വേണം, ഓരോ രീതികളിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ 3 രീതികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുക: ഓർഡിനറി, എമർജൻസി, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സെറമണി. ഓർഡിനറി, എമർജൻസി, ഗ്രാജുവേഷൻ സെറമണി. ഓർഡിനറി, എമർജൻസി, ഗ്രാജുവേഷൻ സെറമണി എന്ന 3 രീതിയിലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഓർഡിനറി ആയിട്ടാണ്. 375 രൂപയാണ്. 375 രൂപ, 375 അല്ല, 370 രൂപയാണ്. 370 രൂപയാണ് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് എടുക്കുക. ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ 370 രൂപ. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഏതാണ്ട് 5 to 6 months ഒക്കെ എടുക്കും. ഒരു 5 to 6 മാസമൊക്കെ എടുക്കും. ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതി എന്നുണ്ടെങ്കിൽ 390 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഒരു 3 മാസം കൊണ്ടൊക്കെ കിട്ടും. 3 മാസം കൊണ്ടൊക്കെ ആണെങ്കിൽ എമർജൻസിയാണ് 890 രൂപയാണ്. 890 രൂപയാണ് എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുക. 3 മാസം കൊണ്ടൊക്കെയാണ് കിട്ടുക. ഇനി ഗ്രാജുവേഷൻ സെറമണി 2500 രൂപയാണ് ഗ്രാജുവേഷൻ സെറമണിക്ക്. പല വിദ്യാർത്ഥികൾക്കുള്ള പറയുന്നത് 2500 രൂപ കൊടുക്കേണ്ട 2500 രൂപ കൊടുത്തിട്ട് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാതെ തന്നെ ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ടോ തന്നെ വാങ്ങാം. കാരണം 2500 രൂപ കൊടുത്ത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. മെല്ലെ മതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയും പൈസ കൊടുത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടും വാങ്ങാം, അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡിഗ്രി നേടി നിങ്ങൾക്ക് കുറച്ച് ആഡംബരത്തിൽ വൈസ് ചാൻസലറുടെ കയ്യിൽ നിന്നൊക്കെ ഡിഗ്രി വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം ജൂലൈ മാസം 2-ാം തീയതി വരെയായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ജൂലൈ മാസം 9-ാം തീയതി വരെ, ജൂലൈ മാസം 9-ാം തീയതി വരെ ഇതിനുള്ള സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആഡംബരമായിട്ട് ഹാറ്റ്, ക്രൗണ് ഒക്കെ വെച്ച് ഡിഗ്രി വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇനി അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. 3 മെത്തേഡാണുള്ളത്, വേണ്ട രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ആഡംബരമൊന്നും വേണ്ട, അതായത് പൈസയൊന്നും അധികം ചിലവാക്കാതെ തന്നെ മെല്ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ടോ അപ്ലൈ ചെയ്യാം. അത്രയും വലിയ പൈസ ആവില്ല. അപ്പോൾ പുതിയ കാണുന്ന ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോർ ദ കരിയർ.